ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങളുടെ എന്റെയൊക്കെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് വേക്കൻസികൾ അവരുടെ കൈകളിൽ എത്തുവാനും അതുവഴി ജോബുകൾ കിട്ടുവാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇന്നും പതിവ് പോലെ തന്നെ ഒത്തിരി ജോബ് വേക്കൻസികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളെല്ലാം സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോബ് വേക്കൻസികൾ ആണ് എന്ന് നമ്മളെ അറിയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്നെ നേരിട്ടിറങ്ങിയ ജോബ് വേക്കൻസികൾക്കും സർവീസ് ചാർജുകൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി ഇടാറുള്ളത്. അഥവാ ആരെങ്കിലും സർവീസ് ചാർജുകളോ അല്ലെങ്കിൽ വിസ പേയ്മെന്റുകളോ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല നല്ല സി വികൾ തയ്യാറാക്കുക. അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറുകളിലേക്ക് നിങ്ങളുടെ സി വികൾ അയച്ചു കൊടുക്കുക. ആരും ആരുടെ നമ്പറുകളിൽ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പോഴേ നമുക്ക് തുടർന്നും ജോബ് വേക്കൻസികൾ നമ്മളിലേക്ക് എത്തുവാനും അത് നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഒക്കെ എനിക്കും കഴിയുകയുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരുവിധം വേദന കാര്യങ്ങളൊക്കെ കുറവുണ്ട്. പക്ഷേ ഈ ബൾജിങ് എന്ന് പറഞ്ഞ സംഭവത്തിന് നമുക്ക് ചെറിയ ചെറിയ നീർക്കെട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ആയുർവേദിക് ട്രീറ്റ്മെന്റ് വഴി മാറി കിട്ടുക. ബാക്കി മസിൽ സ്ട്രെങ്ത് കൂട്ടിയെങ്കിൽ മാത്രമേ ഇനി എന്ത് ചെയ്യുള്ളൂ, വേദന ഒക്കെ ഫുള്ളായിട്ട് എനിക്ക് മാറുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസത്തിന് മുകളിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. കാരണം 4 കെട്ടാണ് ടോട്ടൽ കെട്ടേണ്ടത്. 2 കെട്ട് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി 2 കെട്ട് കൂടി കെട്ടണം. അപ്പോൾ 8 ദിവസം വെച്ചിട്ടാണ് കെട്ടുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്നൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇന്ന് വീണ്ടും ചെറിയൊരു ബുദ്ധിമുട്ടും പ്രശ്നം, ശാരീരിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് അധികം നേരം ഞാൻ മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നാളെ എനിക്ക് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഉറപ്പായിട്ടും കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് നിലമ്പൂർ എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മൊബൈൽ ടെക്നീഷ്യൻ സംബന്ധമായിട്ടുള്ള ജോബിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അപ്പോൾ അവിടെ ലേഡീസിനും വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ജോബ് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദമായിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സുഹൃത്താണ്. നമ്മൾ ഒരിക്കലും പ്രൊമോഷനോ കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തികളിൽ നിന്ന് പോലും നമ്മൾ അങ്ങനെ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നില്ല. അതങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് ഗുണമുള്ള കാര്യത്തിന് ഒരാൾ മാത്രം സാമ്പത്തികപരമായിട്ട് നമ്മൾ മെച്ചപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ചെയ്ത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. അതിന് ഭീമമായ സംഖ്യയോ അല്ലെങ്കിൽ ചെറിയ സംഖ്യയോ ഞാൻ മേടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളതല്ല നമ്മുടെ ഉദ്ദേശം. ഞാൻ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആകട്ടെ എന്നുള്ള രീതിയിൽ, ആർക്കെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുവാനും അതുവഴി അവർക്കൊരു ഉപകാരമായി കിട്ടുവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ വീഡിയോസ് ഇടാറുള്ളത്. ഇന്നും തികച്ചും അതുപോലെ തന്നെയാണ്. നമ്മളെ അറിയിച്ചിട്ടുള്ള ജോബ് വേക്കൻസികൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നാണ്. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് നാളത്തെ 13 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആളുകൾക്ക് ജോബ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തമ്പനയിൽ ഞാനത് കാണിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇതേപോലെ കമന്റ്സും കാര്യങ്ങളും വരാറുണ്ട്. ഞാനതിന് വേണ്ടിയിട്ട് അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കുകയാണ്. കാരണം പല ആളുകളും പറയുന്നുണ്ട് ജോബ് കിട്ടുന്നില്ല. പക്ഷെ കിട്ടുന്നുണ്ട്. ഞാനത് എക്സ്പ്ലോർ ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നേരിട്ട് കൊണ്ടിട്ടുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോസൊക്കെ നമ്മളെ പോസ്റ്റിൽ കിടപ്പുണ്ടാവും. അത് യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനും കഴിയും. അതേപോലെ ഈ വരുന്ന 6-ാം തീയതി 3 പേര്, അതിനുശേഷം 10-ാം തീയതി 3 പേര്, അങ്ങനെ 6 പേര് ഇപ്പോൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു 5-6 പേരും കൂടി ഉണ്ട്. അവർ അടുത്ത ദിവസങ്ങളായിട്ട് അവർക്ക് വിസ ഇറങ്ങി അവരും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനത് നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി ഓണമൊക്കെയാണ് വരാൻ പോകുന്നത്. ഞാൻ നാട്ടിലുള്ളതുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മുടെ പരിചയക്കാർ, റിലേറ്റീവ്സ് ഒക്കെ. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഓണം ഒന്നും വലിയ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും എൻ്റെ ഓണത്തിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ മംഗളാശംസകളും ഞാൻ നേരുകയാണ്. എല്ലാവർക്കും ഓണം കഴിഞ്ഞ് നമ്മൾ ഒരു 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നമുക്ക് കണ്ടെത്താം. അപ്പോൾ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതാണ്. അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ വീണ്ടും കാണാം.